വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമുക്ക് മുന്നിലേക്ക് വരാറുണ്ടല്ലേ. ഡിജിറ്റൽ അറസ്റ്റ് ശ്രമം പൊളിച്ച ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് ആദ്യം പറയാം. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശ്വഘോഷാണ് തട്ടിപ്പുകാരെ കുടുക്കിയത്. മുംബൈ പോലീസ് എന്ന വ്യാജേനയാണ് വെർച്വൽ അറസ്റ്റിന് ശ്രമിച്ചത്. 1 മണിക്കൂറോളം തട്ടിപ്പിന് ശ്രമിച്ചു. It has been more than 6 years, sir. I have been getting connection with my family, sir. I don't know what they are doing, sir. What is your father working? Sir, I don't know what he is doing right now, sir. And he's saying that what is your father means I don't know his father. So how he gone? So where is your father? Sorry, sir. Where is your father? Sir, actually our home was at Tamil Nadu, sir. आपको क्या चाहिए? आपको बता दो, मैं दे देगा आपको. हेलो सर, हेलो. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കാനുള്ള കൊള്ളസംഘത്തിന്റെ നീക്കമാണ് അശ്വഘോഷ് പൊളിച്ചടുക്കിയത്. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ട്രായിൽ നിന്നാണെന്ന് പറഞ്ഞൊരു കോള് ലഭിക്കുന്നത്. അതായത് നിങ്ങളുടെ ID പ്രൂഫിൽ വേറൊരു നമ്പർ എടുത്തിട്ടുണ്ട്. ആൻഡ് ആ ID പ്രൂഫ് വെച്ചിട്ട് കുറെ അധികം ആൾക്കാരിലേക്ക് വ്യാജ SMS മറ്റും അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം കോൾ ലഭിക്കുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ട്രായിലെ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തി കഴിയുമ്പം അവര് നമ്മുടെ അടുത്ത് പറയാം, അങ്ങനെയാണെങ്കിൽ ഇത് സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് ബോധിപ്പിക്കേണ്ടത്, സൈബർ ക്രൈം സെല്ലിലേക്ക് അവർ തന്നെ ഫോർവേഡ് ചെയ്യാം. അതിന് ഫോർവേഡ് ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഡേറ്റയും മറ്റുമൊക്കെ നമുക്ക് തന്നെ പറഞ്ഞു തരും. പുള്ളി പറയും ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് ഏകദേശം 2 മണിക്കൂറിൽ നിങ്ങൾ ബോംബെ, അതായത് മുംബൈ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ വന്ന് നേരിട്ട് ഹാജരായിട്ട് ഇത് മുഴുവൻ ബോധിപ്പിക്കേണ്ടതാണ്, അതായത് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണെന്ന് പറയും. അപ്പോൾ നമുക്കത് സാധിക്കില്ല എന്ന് പറയുന്നതോട് കൂടിയാണ് ഇവർ ഓൺലൈനിൽ വരിക, ഓൺലൈനിൽ നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓൺലൈനിൽ കയറി കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഈ വിളിക്കുന്ന സംഭാഷണത്തിൽ ഒരു സമയത്ത് പോലും നമ്മുടെ പേരോ നമ്മുടെ സ്ഥലമോ യാതൊരു വിധത്തിലുള്ള ധാരണയും കാണില്ല. നമ്മൾ എന്ത് പേരാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥലമാണ് പറയുന്നത് അതായിരിക്കും അവർ പിന്നെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ മൊത്തം സംഭാഷണത്തിൽ. ഇവര് പോലീസ് സ്റ്റേഷന്റെ അന്തരീക്ഷമാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ പോലീസിന്റെ വോക്കി ടോക്കിയുടെ സൗണ്ടും അതേപോലെ തന്നെ ബാക്കി പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ പെട്ടെന്ന് തീർക്കണം എന്ന് ബാക്കിയുള്ള പോലീസുകാർക്ക് പറയുന്നത് പോലെയും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ഈ വീഡിയോ കോളിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം ഒരു പോലീസ് യൂണിഫോമിൽ ഇരിക്കുന്ന ഒരു പോലീസുകാരനായിരിക്കും നമുക്ക് കാണുന്നത്. അദ്ദേഹത്തിന്റെ ID കാർഡ് കാണിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും പോലീസ് തന്നെയാണ്, സൈബർ ക്രൈമിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുന്ന തരത്തിലൊക്കെ ഒരു നാടകം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെയാണ് ഇവര് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നിരിക്കുന്ന ഐഡിയും ഈ പേരും വെച്ച് നോക്കുമ്പോൾ ഇതിൽ 24ഓളം പെൻഡിങ് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്, നിങ്ങൾ ഇവിടുന്ന് എണ്ണിക്കാൻ പാടില്ല, ഒരിടത്തേക്കും പോകാൻ പാടില്ല, ആരോട് സംസാരിക്കാൻ പാടില്ല, ഫോൺ മാറ്റി വെക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനമായപ്പോൾ ഇവരെ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തെ ID കാർഡ് കാണിക്കൂ അല്ലെങ്കിൽ ആധാർ കാർഡ് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നമ്മൾ കള്ളം പറഞ്ഞാണ് ഈ ഒരു സ്റ്റേജ് വരെ ഇവരെ കൊണ്ട് എത്തിക്കുന്നത്. ആദ്യം തന്നെ ഫോൺ എടുത്തതേ തട്ടിപ്പുകാരാണെന്ന് മനസ്സിലായിരുന്നു, എങ്കിലും അവർ ഏതുവരെ പോകും എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഏറ്റവും അവസാനമായപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ തൃശ്ശൂർ സൈബർ സെല്ലിൽ ഒരു സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഒരു ടീം. അപ്പം സാറ് ഭയങ്കര അടിപൊളിയായിട്ട് അത് ഹാൻഡിൽ ചെയ്ത വീഡിയോ ഒക്കെ വൈറലായിരുന്നു. ഞാനപ്പോൾ ഈ വീഡിയോ എടുത്ത് നേരെ അവരെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെ ആ സമയമായപ്പോഴത്തേന് അവർ പിന്നെ കുറെ കാര്യങ്ങളല്ലാതെ പറഞ്ഞ് അവർ പോവുകയായിരുന്നു. പിന്നെ കോളിൽ ഒത്തിരി നേരം നിന്നില്ല.